അങ്ങനെ ഞങ്ങൾ എത്തിഹാദ് റെയിലിൻ്റെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിനിൽ യാത്ര ചെയ്ത് സന്തോഷത്തോടെ അബുദാബി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അബുദാബി സ്റ്റേഷനിലെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഫുജറ റെയിൽ സ്റ്റേഷനിൽ നിന്നാണ്. രാവിലത്തെ 5:34 ട്രെയിനാണ് നമുക്ക് ബുക്കിംഗ് ആയിട്ടുള്ളത്. നമ്മൾ റെയിൽ സ്റ്റേഷനിൽ എൻട്രാകുമ്പോൾ തന്നെ അവിടെ വെൽക്കം ചെയ്യാൻ 2-3 പേരുണ്ട്. അതുമാത്രമല്ല നമുക്കൊരു വെൽക്കം ട്രീറ്റ് പോലെ കുറച്ച് സ്നാക്സ് അവിടുന്ന് കിട്ടുന്നതാണ്. ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ടിക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കവിടെ സ്കാൻ ചെയ്ത് നമുക്കതിലെ പാസ് ചെയ്ത് പോകാവുന്നതാണ്. എസ്കലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ട്രെയിനിൻ്റെ ടൈമിംഗ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രീമിയം ലോഞ്ച് അസസ് ചെയ്യാനുള്ള ഏരിയയാണ് ഈ കാണുന്നത്. പ്രീമിയം ടിക്കറ്റ്സ് എടുത്തവർക്ക് ഇവിടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവർ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഈ ലോഞ്ചിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. Good morning. Welcome on board Etihad Rail. Please store your luggage safely under your seat, in the overhead racks, or in the dedicated large luggage areas. For assistance, please speak to our onboard team. To support a safe and timely departure from Fujairah, please take your seats. We wish you a pleasant journey. ലഗേജ് വെക്കാനായിട്ട് നമുക്കിവിടെ ഒരു ഷെൽഫ് കാണാം. അതുപോലെ തന്നെ ക്യാബിനും ഉണ്ട്. നമുക്ക് ലഗേജ് ഒക്കെ നമ്മൾ സേഫായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇവിടെ. എത്തിഹാദ് ലൈൻ്റെ ആപ്ലിക്കേഷൻ വഴിയോ എത്തിഹാദ് ലൈൻ്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വെൻഡിങ് മെഷീൻ ടിക്കറ്റിലൂടെ കൂടി നമുക്ക് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. എത്തിഹാദ് റെയിൽവേയുടെ ആപ്ലിക്കേഷൻ വഴിയാണ് ചെയ്യണമെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ശേഷം നമ്മുടെ അതിൽ ഓപ്പൺ ചെയ്യാൻ പിന്നീട് ഇൻ്റർഫേസാണ് വരുന്നത്. അതിൽ നമ്മൾ ഇവിടുന്ന് പോകുന്നതും എവിടെയാണ് ഇറങ്ങേണ്ടതെന്നുള്ള 2 സ്റ്റേഷൻ അവിടെ കൊടുക്കുക. തൽക്കാലം 2 സ്റ്റേഷൻ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പോകേണ്ട ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര പേരാണ് നമ്മൾ പാസഞ്ചേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് അത് ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നെ ഇതിൽ 2 ഓപ്ഷൻ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഒന്ന് കംഫോർട്ട്, ഒന്ന് പ്രീമിയം എന്നുള്ളത്. അതിൽ കംഫോർട്ട് ആണെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയം ചൂസ് ചെയ്യാം. നമ്മൾ എന്നാണോ യാത്ര ചെയ്യണം അതിന് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ടിക്കറ്റ് പ്ലാൻ ചെയ്യുക. അതല്ലെങ്കിൽ എല്ലാം സോൾഡ് ഔട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ 50% ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് കംഫോർട്ടിന് 55 ദർഹവും അതുപോലെ പ്രീമിയത്തിനാണെങ്കിൽ 120 ദർഹംസ് ആണ് ഈടാക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് സേവറും വേലിയും ഫ്ലെക്സ് അങ്ങനെ 3-4 ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം സീറ്റിന്റെ പേയ്മെന്റ് ആണ് വരുന്നത്. സേവർ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സീറ്റ് അത് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്യുന്നതാണ്. വാല്യൂ അല്ലെങ്കിൽ ഫ്ലെക്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സീറ്റ് ചൂസ് ചെയ്യാം. അതുപോലെ ഫുഡ് കോംപ്ലിമെന്റും എല്ലാം ഇതിൽ വരുന്നതാണ്. സീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പേര് ഡീറ്റെയിൽസും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ എല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേയ്മെന്റിലോട്ട് പോകും. അതിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അങ്ങനെ 2 ടൈപ്പ് പേയ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ പേ വഴി നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺഫർമേഷൻ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലും അതുപോലെ തന്നെ നമ്മുടെ ബുക്കിംഗ് റെഫറൻസ് നമ്മുടെ മൊബൈലിൻ്റെ SMS നമുക്ക് കിട്ടുന്നതാണ്. യാത്ര തുടങ്ങിയത് ഒരു ഗാവ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് അവർ കുറച്ച് ജ്യൂസും സ്നാക്സും എല്ലാവർക്കും അവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവർ വേണ്ട സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഒരു എക്സ്പ്ലനേഷൻ തരുന്നതാണ്. متوفرة عبر تطبيق أبو ظبي محمد بن زايد City Station. For your safety, please take a moment to familiarize yourself with the safety guidelines and സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 മീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ കോച്ച് മെയിൻ റെയിലിലോട്ട് ജോയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഒരു 3-4 ടണലിൻ്റെ അകത്തുകൂടെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ടണലിൻ്റെ അകത്തുകൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാത്ര തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും കറക്റ്റയും അതുപോലെ തന്നെ കോഫി, അതുപോലെ ചോക്ലേറ്റ് ഇങ്ങനെയെല്ലാം സപ്ലൈ ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്ന് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന നല്ലൊരു സീനറി നമുക്ക് കാണാൻ പറ്റി. മൊബൈല്, ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലഗ് പോയിന്റ്സും നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിൽ കാണാം. സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയൊരു ഗ്ലാസ് വിൻഡോ ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു മെഷ് കൊടുത്തിട്ടുണ്ട് നമുക്കത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലത്തെ യാത്ര ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ട്രെയിനിൽ തന്നെ കിട്ടുന്നതാണ്. നമുക്ക് അതിനൊരു മെനു അവർ തരും. നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം.
under street lamp, bent face flame by the light. I'm going away, അബുദാബി എത്തിഹാദ് റെയിൽവേ സ്റ്റേഷന്റെ ഉൾവശമാണ് ഈ കാണുന്നത്. gone away. ഇവിടെ ബസ് സർവീസിന്റെ ഡീറ്റെയിൽസും അതിന്റെ ടൈമിംഗ് എല്ലാം ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ബസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കാർ പാർക്ക് ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഇലക്ട്രിക് ബഗ്ഗീസ് ഉണ്ട്. നമ്മളതെല്ലാം അവർ ഡ്രോപ്പ് ചെയ്യുന്നതാണ്.